സെന്റ് ജോർജ് ദേവാലയത്തിലെ സൺഡേ സ്കൂളിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് 5ാം ക്ലാസ്സിലെ കൂട്ടുകാർ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു മോശ. ജോസഫിനൊപ്പം ഈജിപ്തിലെത്തിയ ഹെബ്രായക്കാർ 16ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ സ്വാതന്ത്ര്യവും ക്ഷേമവും ഒക്കെ ആസ്വദിച്ചു. പക്ഷെ പുതിയൊരു വംശത്തിന്റെ തുടക്കത്തോടുകൂടി അവർ അതികഠിനമായ അടിമത്തത്തിനും പീഡനത്തിനും ഇരകളായി. ധാരാളം ഹെബ്രായ അടിമകളുള്ളതിനാൽ ഫറവോ രാജാവ് അവർ തനിക്കെതിരെ വിപ്ലവത്തിന് മുതിർന്നാലോ എന്ന് ഭയപ്പെട്ടു. അതിനായി ഫറവോ ഇസ്രായേൽക്കാരുടെ ആൺകുഞ്ഞുങ്ങളെയെല്ലാം വധിക്കാൻ കൽപ്പന നിർവഹിച്ചു. ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയുന്നു. അങ്ങനെ അനേകം പിഞ്ചു കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടു. അങ്ങനെയിരിക്കെ ഈ ഹെബ്രായരെ, ഇസ്രായേലിന്റെ വിശ്വസ്തരെ എനിക്കിഷ്ടമല്ല. അങ്ങനെ തന്നെയാണ് പ്രഭു. അവർ വളരെ കുഴപ്പക്കാരാണ്. അവർ നമ്മളെ പോലെ അല്ല. അവർ ധാരാളം പേരുണ്ട്. അവർക്ക് ഒരു സൈന്യം തന്നെ തുടങ്ങാനാവും. അവർ ഒരു ദിവസം നമുക്കെതിരെ തിരിഞ്ഞേക്കാം. അതെ പ്രഭു, അവർക്കത് ചെയ്യാനാവും. ഞാൻ എന്തെല്ലാം ചെയ്തു നോക്കി. ജോലിക്കാരും കൂട്ടി അവരെ പീഡിപ്പിച്ചു കൊല്ലാൻ നോക്കി. അവർക്കുള്ള നികുതി ഇരട്ടിയാക്കി. എന്നിട്ടും അവരുടെ ജനസംഖ്യ കൂടാൻ സമ്മതിക്കരുത്. അതെ അതെ പ്രഭു, അവരുടെ ജനസംഖ്യ കൂടാൻ അനുവദിക്കരുത്. ഇത്തവണ അവരുടെ മനസ്സ് തകർക്കണം. ഇത്തവണ അവരുടെ ഹൃദയം പകർത്ത് അവരെ ഇല്ലാതാക്കണം. അതെ അതെ, ഇത്തവണ അവരെ തകർക്കണം. എന്നാലേ വിളിക്കൂ. ഓരോ ഹെബ്രായക്കാരുടെ കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ വധിച്ചു കളയും. പോകൂ, സേനാനായകനെയും മറ്റുള്ളവരെയും ഇതറിയിക്കും. ഉത്തരവ് പ്രഭു. നമുക്ക് വേറെ വഴിയില്ല മോളെ. ഇന്നും ജീവിക്കണമെങ്കിൽ ഇതേ വഴിയുള്ളൂ. ദൈവം നിന്നെ രക്ഷിക്കട്ടെ മോളെ. പേടിക്കേണ്ട കുഞ്ഞനിയ, നിന്നെ ആരും ഉപദ്രവിക്കില്ല. എന്താണിത് ദാസി? ആ കൂടെയും എടുക്കുന്നു. ഇത് കുട്ടിയാണല്ലോ. ഇവനൊരു ഹെബ്രായനാണ്. ഇവനെ തിരിച്ചു പുഴയിലേക്കാണ്. എന്ത്? ഈ പാവ കുഞ്ഞിനെ കൊല്ലാനോ? ഇല്ല, ഈ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇവനെ എന്റെ മകനെ പോലെ വളർന്നു. ഇവനെ വെള്ളത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഇവനെ മോശ എന്ന് വിളിക്കും. പക്ഷേ ഇവനെ എങ്ങനെ വളർത്തും? ഇവൻ വളരെ ചെറിയ കുട്ടിയല്ലേ. രാജകുമാരി, എന്റെ അമ്മ കുട്ടികളെ നന്നായി നോക്കും. കുഞ്ഞിനെ വളർത്താൻ അമ്മയെ ഏൽപ്പിച്ചാൽ. എവിടെ അമ്മ? വിളിക്കൂ. ഈ കുഞ്ഞിനെ കൊണ്ടുപോയി നന്നായി വളർത്തും. മോശേ, നീ എന്റെ മകനാണ്. നീ ഹെബ്രായക്കാരായ നമ്മുടെ അടിമകളുടെ അടിമയായിരിക്കും. ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും. മകനെ, എഴുന്നേൽക്കൂ. അയ്യോ, അങ്ങനെ ഉപദ്രവിക്കല്ലേ. അയ്യോ, എന്നെ അടിക്കരുത്. എന്താണ്? നിർത്തൂ, നിർത്താനാണ് പറയുന്നത്. മോശ ഭടനെ വധിക്കുന്നു. മോശ ഭയന്ന് ഓടിപ്പോകും. മിരിയാം എന്ന സ്ഥലത്തെത്തി അവിടെ ജെത്രോയുടെ മകളെ വിവാഹം കഴിക്കുന്നു. മോശ പുറമലയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാഴ്ച. ഒരു മുൾപ്പടർപ്പ് കത്തുന്നു. എന്നാൽ ചാമ്പലാകുന്നില്ല. മോശ അത്ഭുതപ്പെടുന്നു. ആ മഹാദൃശ്യം അടുത്ത് കാണുന്നതിനായി മോശ മുൾപ്പടർപ്പിന്റെ അരികിലേക്ക് ചെല്ലും.
ഈജിപ്തിൽ പുറത്തുകൊണ്ടുവന്നു. ഞാനും എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഫറവയോട് ഞാൻ എങ്ങനെ ഇത് പറയും? അവർ എന്നെ വിശ്വസിക്കുകയില്ല, എന്റെ വാക്കുകൾ കേൾക്കുകയുമില്ല. കർത്താവ് നിനക്ക് പ്രത്യക്ഷമായിട്ടില്ലെന്ന് എന്ന് അവർ പറയും. നീ നിന്റെ കയ്യിലിരിക്കുന്ന വടികളെ അത് സർവ്വവും അതിന്റെ വായനയിലേക്ക് ഇപ്പോൾ നിന്റെ കരങ്ങളിലുള്ള ഉത്തരവത്തേക്ക് നീ എന്റെ വാക്കുകൾ ജനങ്ങളിൽ ഇതാണ് അടയാളം. നീ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനങ്ങളാണെന്ന് എനിക്ക് അറിയാം. മോശ ജെത്രോയോട് യാത്ര പറഞ്ഞ് ഭാര്യയോട് മക്കളോട് ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. അവരോട് നീ മരുഭൂമിയിലേക്ക് അവിടെ മോശ ജനങ്ങളെ അവനെ കാണും. മോശയും അവരോട് കണ്ടു. മോശയും അവരും ഈജിപ്തിലെത്തി ദൈവം പറഞ്ഞ കാര്യങ്ങളും അടയാളങ്ങളും കാണിക്കും. അവർ വിശ്വസിക്കുന്നു, അവർ ദൈവത്തെ ആരാധിക്കുന്നു. മോശയും അവരോട് ഫറവോന് 3 ദിവസം യാത്ര ചെയ്തു മരുഭൂമിയിൽ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ഇസ്രായേൽക്കാരെ വിട്ടയക്കണം. ആരാണ് ഈ കർത്താവ്? അവന്റെ വാക്കുകൾ കേട്ട് ഞാൻ എന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം? ഞാൻ കർത്താവിനെ അറിയുന്നില്ല, ഇസ്രായേൽക്കാരെ വിട്ടയക്കുന്നുമില്ല. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അവരോട് പറയണം. ഫറവോൻ തന്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേലിനെ വിട്ടയക്കണമെങ്കിൽ നിന്റെ സഹോദരൻ അവരോട് സംസാരിക്കണം. കഠിനഹൃദയനായ ഫറവോൻ മോശയുടെയും അഹ്റോന്റെയും അപേക്ഷ കേട്ടില്ല. ദൈവത്തെ ആരാധിക്കുന്നതിനായി ഇസ്രായേൽക്കാരെ വിട്ടയച്ചുമില്ല. ദൈവം ഒന്നിനു പുറകെ മറ്റൊന്നായി 10 ബാധകൾ ഈജിപ്തിലേക്ക് അയച്ചു. ജലം വ്യക്തമായി വന്നു, തവളകൾ വ്യാപിച്ചു, പെരുകി, ഈച്ചകൾ വർദ്ധിച്ചു, മൃഗങ്ങൾ ചത്തുപോയി, വ്രണങ്ങൾ ബാധിച്ചു, കന്മഴ വർഷിച്ചു, വെട്ടിക്കരകൾ നിറഞ്ഞു, അന്ധകാരം വ്യാപിച്ചു. അങ്ങനെ 9 കഠിന ശിക്ഷകൾ ലഭിച്ചിട്ടും ഫറവോൻ ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ തയ്യാറായി. ഒടുവിൽ ദൈവം 10ാമത്തെ ശിക്ഷ നൽകി. ദൈവം നൽകിയ 10ാമത്തെ ശിക്ഷകൾ ആദ്യത്തെ മോശെ, നീയും അഹ്റോനും നിങ്ങളുടെ ജനങ്ങളും എന്റെ ജനത്തിനിടയിൽ നിന്ന് പോകുകയും നിങ്ങളും ഇസ്രായേൽക്കാരും മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുകയും. ഇസ്രായേൽക്കാർ കാലിലേക്കാണ്. അവർക്ക് രാവും പോലും യാത്ര ചെയ്യാനാവുമല്ലോ. പകൽ വഴികാട്ടാനും മേഘസ്തംഭവും രാത്രിയിൽ പ്രവാസം നൽകുവാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പിൽ പോയി. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുന്നിൽ നിന്ന് മാറിയില്ല. ഇസ്രായേൽക്കാർ കടം കിടന്ന് മരുഭൂമിയിലെത്തി. ഇസ്രായേൽ ജനങ്ങൾ ഞങ്ങൾക്ക് ദാഹിക്കുന്നു, എന്ത് കുടിക്കും എന്ന് ചോദിച്ച് നിലവിളിച്ചുകൊണ്ടിരുന്നു. മോശ വടി വെള്ളത്തിലിടുന്നു, ജനങ്ങൾ വെള്ളം കുടിക്കുന്നു. അവർ യാത്ര ചെയ്ത സീൻ ഭൂമിയിലെത്തി. വിശപ്പും ദാഹവും കൊണ്ട് അവർ തളർന്നു, അവർ വെറുതെ. ഈജിപ്തിൽ ഇറച്ചി വാർത്തകളിൽ ദ്രവ്യാളവോ ലാഭമൊക്കെ ഉയർന്നപ്പോൾ കർത്താവ് ദൈവം അവർക്ക് മന്ന ജനങ്ങൾ പെറുക്കിട്ടു. പിന്നെയും അവർ നടക്കുന്നു, ദാഹിക്കുന്നു. ഇതിന്റെ വഴിയിൽ ജനം കുടിച്ച് തൃപ്തിയായി. ഈജിപ്തിൽ നിന്ന് യാത്ര കൊണ്ടുള്ള 3-ാം മാസം 1-ാം ദിവസം സീനായ് മരുഭൂമിയിൽ എത്തിച്ചേർന്നു. ഇതാ കർത്താവിന്റെ മല
ഇവിടെ നമുക്ക് പാളയമടിക്കാമെന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടേ ദിവസങ്ങൾക്ക് ശേഷം മോശ ദൈവത്തെ ആരാധിക്കാനായി മലയിലേക്ക് കയറി. ജനങ്ങൾ തങ്ങൾക്ക് ആരാധിക്കുവാനായി വിഗ്രഹങ്ങളെ വേണമെന്ന് ആവശ്യപ്പെട്ട് വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കാൻ തുടങ്ങി. നമ്മെ മോചിപ്പിച്ച കർത്താവല്ലാതെ മറ്റ് ദൈവമില്ല എന്ന് അവർ പറഞ്ഞെങ്കിലും ജനം കേൾക്കുവാൻ തയ്യാറായി. അതേസമയം മലമുടി ഇസ്രായേലിനെ നയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ സഹോദരൻ സംഭവിച്ചില്ല, നിങ്ങളെ എങ്ങനെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ കണ്ടു. അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്യുക. നിങ്ങളെല്ലാ ജനങ്ങളും വെച്ച് എനിക്ക് പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമിയുടെ എന്റേതാണ്. നിങ്ങളെയും പുരോഹിതരാജനും വിശുദ്ധ ജനവും ഇവയാണ് ഇസ്രായേലിനോട് പറയുന്ന വാക്കുകൾ. മോശ ജനങ്ങളോട് സംസാരിക്കുന്നു. കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാമെന്ന് ജനം സമ്മതിക്കുന്നു. മോശ ജനങ്ങളെ ശുദ്ധീകരിക്കുന്നു. മൂന്നാം ദിവസം വെടിക്കെട്ടുണ്ടാവുന്നു. ജനങ്ങൾ ഭയന്നു കളിക്കുന്നു. നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ. മോശ കൽപ്പനകളുമായി ജനത്തെ എഴുതി. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ വിശദമായി ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാവില്ല. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കുന്നു. 6 ദിവസം ധ്യാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം നൽകരുത്, അയൽക്കാരന്റെ ഭവനം ഭോഗിക്കരുത്, അയൽക്കാരന്റെ ഭാര്യയോ ദാസിയോ ദാസിയോ കാളയോ കരുതിയോ ഒരുവന്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. ഞങ്ങൾ ഇതെല്ലാം അനുസരിച്ചു കൊള്ളാം.